സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആകുന്നു. ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുത്ത് സഹകരിക്കുക. എന്തെന്നാൽ ഇന്ന് മനുഷ്യ ശരീരത്തിന് എത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫൈബർ. ഈ ഫൈബർ ധാരാളമായി അതിൻ്റെ ആ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഫൈബർ എന്ന് പറഞ്ഞാൽ തവിട് അല്ലെങ്കിൽ നൂല് എന്നൊക്കെ രീതിയിൽ നമ്മൾ മലയാളത്തിൽ വിശേഷിപ്പിക്കും. ഇതിൻ്റെ കുറവ് കാരണം നമ്മുടെ ശരീരത്തിൽ മറ്റു പല അസുഖങ്ങളും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ നാം ഭക്ഷിക്കുന്ന ചോറ് അതിൽ എത്രമാത്രം ഫൈബർ ഉണ്ടാവും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം. നിങ്ങളിൽ പലർക്കും അറിയാം ഞാനൊരു കർഷകനാണ് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ശരീരത്തെ പോലെ നിങ്ങളുടെ ശരീരവും നല്ലത് മാത്രം തിന്ന് സമ്പുഷ്ടമായ ശരീരം ആവണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് നെല്ല് അരിയാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നെല്ല് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ മില്ലിൻ്റെ നാളത്തിലേക്ക് 3 തവണ ഇടുന്നു. അതിനുശേഷം പൂർണ്ണമായും നെല്ലിൻ്റെ തോട് അല്ലെങ്കിൽ അതിൻ്റെ ഉമി കളയുന്നു. ഉമി കളഞ്ഞതിന് ശേഷം അതിൽ നുറുങ്ങിയ രീതിയിൽ വരുന്ന അതിനെ ചെറിയ അരി എന്നും അല്ലെങ്കിൽ കൊത്ത് അരി എന്ന് പറയും. പിന്നീട് 100% തവിടുള്ള അരി ആയും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ അരി ഉപയോഗിച്ച് നിങ്ങൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല രുചിയും കൂടുതലാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഷുഗർ പേഷ്യൻ്റ് ഇന്ന് ധാരാളമായി നമ്മുടെ ഇന്ത്യയിലൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണല്ലോ ഷുഗർ. ഷുഗർ രോഗികൾക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫൈബർ കണ്ടൻ്റുള്ള ഒരു അരിയാണ് ഇത്. അതുകൊണ്ട് മാക്സിമം എല്ലാ ഷുഗർ രോഗികളും ഇത് ഉപയോഗത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് ഉപകരിക്കും. അതുകൊണ്ടാണ് വീണ്ടും ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു അരി ആയതുകൊണ്ട് തന്നെ, നല്ലൊരു പറ്റിയ ഒരു അരി ആയതുകൊണ്ട് തന്നെ മാത്രമാണ് ഷുഗർ രോഗികൾക്ക് ഞാനിത് നിർദ്ദേശിക്കുന്നത്. നാട്ടിൻപുറത്ത് നല്ല നെല്ല് കിട്ടുന്ന അവസരം നമുക്കുണ്ടാവാറുണ്ട്. നെല്ല് കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകളെല്ലാം സബ്സിഡി ലെവലിൽ സർക്കാരിന് കൊടുക്കുകയാണ് ചെയ്യാറ്. 30ഉം 28ഉം അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് സർക്കാർ അത് സ്വരൂപിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഈ നെല്ല് പോയി വാങ്ങി നിങ്ങളത് ഇതുപോലെ തന്നെ അരിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വളരെ ഒരു വിജയമായി അത് ഞാൻ കാണുന്നു. അതുകൊണ്ട് എല്ലാവരും നെല്ല് കിട്ടുന്ന അവസരത്തിൽ കർഷകരിൽ നിന്ന് വാങ്ങി അരിയാക്കി ഉപയോഗിച്ച് ജീവിതം നല്ല ആരോഗ്യപ്രദമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഏതായാലും അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ.